നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു 4 മണി പലഹാരമായിട്ടാണ് കേട്ടോ. 4 മണി പലഹാരം എന്ന് പറയുമ്പം ഞാൻ ഉഴുന്ന് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉഴുന്നായതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലൊക്കെ കുതിർത്ത് വെച്ച് അരച്ചെടുക്കുന്നത്. വേറെ ഒന്നും ആവശ്യമില്ല. മുട്ടയുണ്ടെങ്കിൽ എളുപ്പത്ത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളെ ഉണ്ണിയപ്പം പോലെയൊക്കെ ഇതിൻ്റെ ഉഴുന്നപ്പം എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മളെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന കുഴുക്കാരുണ്ടല്ലോ, ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു പാത്രം, അപ്പോൾ അതിലൊഴിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതില്ലെങ്കിലും നിങ്ങൾക്ക് സാധാരണ കുറച്ച് എന്താ പറയുക കട്ടിയുള്ള ചുവട് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കില്ല, നെയ്യപ്പൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിരിക്കും ഉഴുന്ന് ഉപയോഗിക്കുന്നതിനെ കൊണ്ട് തന്നെ. പിന്നെ ഇതിൽ ഞാൻ ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ച് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾ കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാനിത് ചെയ്യുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പാവ് കാച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാമെന്ന്. പിന്നെ ഞാനിത് എടുത്തപ്പം അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് 1/2 കപ്പ് പഞ്ചസാര എന്നാണ്. അപ്പം ആദ്യം ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മതി എന്നാണ് തോന്നിയത്. അധികം മധുരമൊന്നുമില്ല, ഒരുപാട് മധുരമില്ല, ഒരു പാകത്തിന് എന്നുള്ള. പക്ഷേ എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടാൻ തോന്നുന്നു. അതായത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഒക്കെ മധുരമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ കൂട്ടി ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. വേണമെങ്കിൽ ഒന്ന് എന്താ പറയുക, ഓരോരുത്തരുടെ മധുരമൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ചെയ്തെടുക്കുന്ന ഈ ഒരു കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം ഒരു 35 എണ്ണം ഞാൻ ഉഴുന്നപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു വേണ്ട അളവ് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്തിയിട്ട് ചെയ്താൽ മതി. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ഉഴുന്നപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് എളുപ്പം പോയി ഒന്ന് കണ്ടുവരാം. അപ്പോൾ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഇപ്പം 1 കപ്പ് ഉഴുന്ന പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉഴുന്ന പരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചു. ഇതൊരിപ്പോൾ 2-3 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് എഗ്ഗാണ്, 2 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. അപ്പം പഞ്ചസാര ഞാനിപ്പോൾ ഒരു 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ശർക്കര മധുരം നോക്കിയിട്ട് ശർക്കര പാനി കാച്ചിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അധികം വാട്ടറി ആവാൻ പാടില്ല. നമ്മളൊരു ഇഡ്ഡലി ഒക്കെ അരച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ശർക്കര പാനി കാച്ചുമ്പോൾ അധികം വെള്ളമില്ലാതെ ശർക്കര പാനിയാക്കി എടുക്കാൻ നോക്കുക. പിന്നെ മുട്ടയുടെ ആ ഒരു സ്മെല്ലൊക്കെ പോകാൻ വേണ്ടി ഞാനിവിടെ ഒരു 5 ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് അരക്കുക കേട്ടോ ചെയ്യാവുകൊണ്ട് പൊടിക്കൊന്നും ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഏലക്കയ്ക്ക് പകരം നമ്മുടെ വാനില എസൻസ് ഉണ്ടല്ലോ, വാനില എസൻസ് ഉപയോഗിക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഞാൻ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിപ്പം 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലയെന്ന് വെച്ചിട്ട് ഇതുണ്ടാക്കാതിരിക്കരുത്. കാരണം ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിലും ഈ ഒരു മാവ് ഒന്ന് പുളിച്ച് വരണം, ഒന്ന് ഫെർമെൻറ്റ് ചെയ്ത് വരണം എന്നേ ഉള്ളൂ. അപ്പം മാവ് കുറച്ച് സമയം കൂടുതലായിട്ട് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സമയം കൂടി വെക്കണം. ഇതിപ്പം ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു 1/2 മുതൽ 3/4 മണിക്കൂർ വരെ വെച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മതി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ മിക്സി എടുത്ത് അതിലോട്ട് ഉഴുന്ന് കുതിർത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. മുട്ട ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഞ്ചസാര ഞാൻ പറഞ്ഞല്ലോ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം മുഴുവനായിട്ട് ചേർക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് മധുരം മതിയോ എന്ന് നോക്കിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. മുഴുവനായിട്ട് ചേർക്കുന്നില്ല, കാരണം മധുരം ഓരോ ആൾക്കാർക്ക് ഓരോ വിധത്തിലാണല്ലോ. അപ്പോൾ നോക്കാം. പിന്നെ വേണ്ടത് ഏലക്കയാണ്. അപ്പോൾ ഏലക്ക ഇതിലേക്ക് ഇടാം. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. ആവശ്യമാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ 2 മുട്ട ചേർത്തിട്ടുണ്ട്. അപ്പം നല്ല എന്താ പറയുക, തിക്കായിട്ടാണ്. തിക്ക് പറഞ്ഞാൽ നമ്മളൊരു ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കില്ല, ആ ഒരു പരുവത്തിനാണ് അരച്ചെടുക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യം ജസ്റ്റ് അരച്ചെടുത്ത് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തായാലും നല്ല മയമായിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ബൗളിലോട്ട് മാറ്റാണ്. കുറച്ചുകൂടി വെള്ളം ആവാൻ തോന്നുന്നത്, കുറച്ച് കട്ടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്.
അപ്പം മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ബൗള് കുറച്ച് ചെറുതായിരുന്നു, അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയാണ്. ഇതിപ്പം ഞാൻ ആദ്യം അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കുറവ് പോലെ തോന്നി, കുറവ് പോലെ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് അരച്ചു കൊടുത്തു. കുറച്ച് കട്ട് ചെയ്യാൻ തോന്നി, പിന്നെ ഒരു 1/4 കപ്പ് കൂടി വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുട്ടയുടെ വലുപ്പമൊക്കെ അനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഒരു പാകമാണ് വേണ്ടത്, നമ്മൾ ഇഡ്ഡലിയുടെ ഒരു മാവിൻ്റെ കൂട്ട് വേണം. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര ഞാൻ നോക്കി, അപ്പം മുഴുവൻ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ്, എനിക്ക് ഒരു കറക്റ്റ് പാകമാണ്. ഒരുപാട് മധുരമല്ല, പക്ഷെ അങ്ങനെ ഒരു ഇതാണ്. അപ്പം നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അപ്പോൾ ഇതാണ്. പിന്നെ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്തുകൊണ്ട് ഒരു 10 മിനിറ്റ് നമുക്ക് കഴിഞ്ഞിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ എന്തായാലും ഞാൻ മാറ്റി വെക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ച് സമയമൊക്കെ വെച്ചു, എന്നിട്ട് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിത് അപ്പത്തിൻ്റെ ആ ഒരു ചട്ടി ഉണ്ടല്ലോ, എന്താ പറയുക, ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന, അതിലിട്ടിട്ട് ചുട്ടെടുക്കാൻ പോവാണ്. അപ്പം അതിന് മുമ്പ് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചുടുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ഏതായാലും കുഴപ്പമില്ല, അപ്പം വെളിച്ചെണ്ണ ആയാലും അതുപോലെ വേറെ വെജിറ്റബിൾ ഓയിൽ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അതിലോട്ട് നമ്മളിനി മാവ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് മാവ് ഒഴിക്കേണ്ടത്. മാവ് ഫുള്ളായിട്ട് ഒഴിക്കരുത് കേട്ടോ, നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഒഴിക്കുന്ന പോലെ മാത്രമേ ഒഴിക്കാവുള്ളൂ. അപ്പോൾ ഒഴിച്ചു കൊടുത്തു. ഇനി എന്താ, ഒരു ഭാഗമായി കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ചെയ്യുന്ന പോലെ തന്നെ തിരിച്ച് ഇട്ട് കൊടുക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് മാക്സിമം അപ്പോൾ ആകുമ്പോഴത്തേക്ക് ശരിയാവും. നമുക്ക് മേലെ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. എന്തായാലും ഒരു ഭാഗമായി വരട്ടെ. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയാൽ മതി കേട്ടോ, ഇതിങ്ങനെ വിട്ടു വരും. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് നോക്കുമ്പോൾ ഇത് കളർ ഇങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയാൽ മതി. ബാക്കി എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കളർ ഇങ്ങനെ ചേഞ്ച് ആവും കേട്ടോ. അത് നമുക്ക് ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് സൈഡിലോട്ട് ആക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം ഇനി ആ ഭാഗം കൂടി ഒന്ന് ആയി വരണം. ഇത് നോക്കിയാൽ മതി, ഇതാ ആയിട്ടുണ്ട്, ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് നോക്കിയാൽ മതി ആയിട്ടുണ്ടോയെന്ന്. ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ കേക്കൊക്കെ നോക്കുന്നത് അതുപോലെ ഒന്ന് നോക്കിയാൽ മതി. പിന്നെ കളറിൻ്റെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു ഷേപ്പ് വരുമല്ലോ, ആ അടിഭാഗം മേലെ അതല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നുണ്ട്, ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെരിച്ച് ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. എന്തായാലും ആയത് നമുക്ക് എടുക്കാം. കണ്ടില്ലേ, ഇത് ഓരോന്നായിട്ട് എടുക്കാണ്. അങ്ങനെ നമ്മുടെ ഉഴുന്നപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഒന്നുമില്ല, കൊഴുക്കാഴയിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലോ ഇട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ, നല്ല സോഫ്റ്റാണ്. നമുക്ക് ആ കൈ വെച്ച് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. പിന്നെ ഉഴുന്ന് മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ഉഴുന്നും അതുപോലെ തന്നെ മുട്ടയും കണ്ടല്ലോ. അപ്പോൾ ആ ഉഴുന്നിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ടേസ്റ്റാണ്. ഇവർ എല്ലാവർക്കും ഇഷ്ടപ്പെടും, എളുപ്പം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ.